അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ്. ഈ ആംഗിൾ നമ്മൾ ഇവിടെ ടോട്ടൽ 180 ഡിഗ്രി ആണ്. ഇവിടെ 2x ഉണ്ട്. അപ്പൊ ഇത് ബാക്കി രണ്ടെണ്ണം 180 മൈനസ് 2x ആയിരിക്കും. നമുക്ക് ഇതിന്റെ ഹാഫ് എടുത്താൽ ഹാഫ് എത്ര വരും? ഇതിന്റെ ഹാഫ് 180യുടെ ഹാഫ് 90 മൈനസ് 2ന്റെ ഹാഫ് 1x. ഇങ്ങനെ എടുക്കണം ഹാഫ്. കാരണം ഈ 2 രണ്ട് കൂട്ടർക്കും കൊടുക്കണം. 180 മാത്രം ക്യാൻസൽ ചെയ്യരുത്. 180യുടെ ഹാഫ് 90 മൈനസ് 2xന്റെ ഹാഫ് x. അപ്പൊ ഇവിടെ 90 മൈനസ് x, ഇവിടെ 90 മൈനസ് x, ഇവിടെ 90 മൈനസ് x. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, അതുകൊണ്ട് രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. 90 മൈനസ് എക്സ്, ഇവിടെയും 90 മൈനസ് എക്സ്. ഓക്കെ, ഇനി പ്രൂവ് ചെയ്യാനുള്ളത് നോക്ക്. ഇത് 90 മൈനസ് എക്സ്, ഇവിടെ 90 മൈനസ് എക്സ്. പ്രൂവ് ചെയ്യാനുള്ളത് നോക്കുക. ഒ എ സി ഈക്വൽ ടു ഒ എ സി എത്ര വരുന്നത്? ഒ എ സി 90 മൈനസ് എക്സ് പ്ലസ് എ ബി സി എക്സ്. എക്സും എക്സും കട്ടായി പോകും. എക്സ് 0 ആയി 90. ഓക്കെ, 90 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? അത് ചിത്രം വരച്ച് വളരെ ചിത്രം വരച്ചിട്ട് അതിൽ തന്നെ മാർക്ക് ചെയ്താൽ മതി. ഇവിടെ 2x ആണ്. അപ്പൊ ബാക്കി 180 മൈനസ് 2x, അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ രണ്ടിടത്തും വരിക. 90 മൈനസ് എക്സ്, 90 മൈനസ് എക്സ്. അപ്പൊ ഇവിടെ 90 മൈനസ് എക്സും ഇവിടെ എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. $67 ഡിഗ്രി കേട്ടോ. 67 ഡിഗ്രി. ഇവിടെ 67 ഡിഗ്രി, ഇവിടെ 100 ഡിഗ്രി. എ ബി, ഇവിടെ ഡി. എഴുതിക്കോ. AB is the diameter. എഴുതിക്കോ. AB is the diameter of the circle. Angle ACB 67 degree. Angle ADB 100 degree. Where will be the position? Question ഇതാണ്. Where will be the position? Where will be the position of C? Where will be the position of C and D relative to this circle? Where will be the position of C and D relative to this circle? ഇവിടെ സർക്കിൾ വരച്ചിട്ടില്ല, പക്ഷെ അവര് പറയുന്നുണ്ട് എ ബി ഡയമീറ്റർ ആണെന്ന്.
അപ്പൊ എ ബി ഡയമീറ്റർ ആണെങ്കിൽ നിങ്ങൾ ഒരു സർക്കിൾ മനസ്സിൽ കാണണം. എ ബി ഡയമീറ്റർ ആണെങ്കിൽ ഒരു സർക്കിൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ കാണണം. എ ബി ഡയമീറ്റർ ആണെങ്കിൽ ഒരു സർക്കിൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ സിയുടെ പൊസിഷൻ എവിടെ? സി എവിടെ ആയിരിക്കും വരിക? സിയുടെ ആംഗിൾ നോക്കുക, 67 ആണ്. 90 ഡിഗ്രി കുറവാണ്, ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ സി outside the circle. First, C is answer. C is outside the circle. First point പഠിച്ചാണ്. ഔട്ട്സൈഡ് ആണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അപ്പൊ സി, പൊസിഷൻ ഓഫ് സി ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി ഡിയുടെ പൊസിഷൻ, ഡിയുടെ ആംഗിൾ എത്ര നോക്കുക? 100 ഡിഗ്രി ആണ്. 100 ഡിഗ്രി ആണെങ്കിൽ എവിടെ ആയിരിക്കും? ഇൻസൈഡ് ദ സർക്കിൾ. 3 ആൻസർ ആണ് നമ്മുടെ അടുത്തുള്ളത്. ഇൻസൈഡ് ദ സർക്കിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ. ഓൺ ദ സർക്കിൾ എന്തായാലും വരൂല. 90 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ, ഇവിടെ ഒരു 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഓൺ ദ സർക്കിൾ ആണ്. പിന്നെ നമ്മളെ മുന്നിലുള്ള ആൻസർ ഇൻസൈഡ് ദ സർക്കിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇതില് ഔട്ട്സൈഡ് ദ സർക്കിൾ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കണം. ഇൻസൈഡ് ദ സർക്കിൾ എന്ന് പറഞ്ഞാല് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഡി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്. അപ്പോ ഡി ഈസ് inside the circle. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നല്ല, പക്ഷെ ഇവിടെ സർക്കിൾ ഇല്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂല. സർക്കിൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കുക. ഇത് വളരെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, നോക്കുക. Okay. -67 ഡിഗ്രി. ഇവിടെ O, P, Q. ഇവിടെ A, ഇവിടെ ഒരു ആംഗിള് B. ഇതാണ് ചിത്രം. Question: in the figure, O is the center of this circle. In the figure, O is the center of this circle. And PAQ, കണ്ടോ? PAQ 67 degree. First question: what is the measure of angle POQ? What is the measure of angle POQ? Second question: what is the measure of angle PBQ? What is the measure of angle PBQ? Third question: find angle APB plus angle AQB. Find
ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ എ ക്യൂബ്. 3 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് റഫായിട്ട് വരച്ച് ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് കിട്ടും. പി ഒ ക്യു എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. പി ഒ ക്യു കിട്ടിയോ? പി ഒ ക്യു പി ഒ ക്യു ഇവിടെ 67 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്നത്. 6 ഡബിള് കിട്ടിയോ? 134 ആണ് ആൻസർ. 134 ഡിഗ്രി. ഫസ്റ്റത്തിന്റെ ആൻസർ 134 ഡിഗ്രി. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പി ബി ക്യു. പി ബി ക്യു എത്ര വരുന്നത് നോക്ക്. പി ബി ക്യു ആംഗിൾ എ ആംഗിൾ ബി, ഇതാണ് പി ബി ക്യു. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമ്മൾ പറഞ്ഞതാണ്, ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര? 180 മൈനസ് 67 113 എന്ന് വരും. 113. ഓക്കെ. ഇനി ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ എ ക്യൂ പി നോക്കാം. ആംഗിൾ എ പി ബി, ഇവിടെ ആംഗിൾ എ പി ബി, എ പി ബി ആംഗിൾ എ പി പ്ലസ് ആംഗിൾ എ ക്യൂ ബി, എ ക്യൂ ബി. ഈ രണ്ട് ആംഗിളും എത്ര വരും? ആഡ് ചെയ്താൽ എത്ര വരും? ആദ്യം ഇതൊരു സൈക്ലിക് കോർഡിനേറ്റർ ആണ് എന്നും കൂടെ മനസ്സിലാക്കണം, എന്നാൽ അതിന്റെ ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു സൈക്ലിക് കോർഡിനേറ്റർ ആണ്. നോക്ക്, 4 സൈഡ് ഉണ്ട്. 1 2 3 4 4 സൈഡ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ സൈക്ലിക് കോർഡിനേറ്റർ ആണ്. 4 വെർട്ടിസസും ഓൺ ദ സർക്കിൾ ആണ്. 1 2 3 4 വെർട്ടിസസ് ഓൺ ദ സർക്കിൾ. സൈക്ലിക് കോർഡിനേറ്റർ ആണ്. സൈക്ലിക് കോർഡിനേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആണ്. അപ്പൊ ഇത് ഒരു ഓപ്പോസിറ്റ് ആണ്. ആംഗിൾ പിയും ആംഗിൾ ക്യൂ ഓപ്പോസിറ്റ് ആണ്. അപ്പോ 180 ഡിഗ്രി. ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ എ ക്യൂ ബി ഈക്വൽ ടു 180 ഡിഗ്രി. ഫസ്റ്റത്തിന്റെ ആൻസർ 134 ഡിഗ്രി. സെക്കൻഡ് 113 ഡിഗ്രി. തേർഡ് ക്വസ്റ്റ്യൻ എന്റെ ആൻസർ 180 ഡിഗ്രി. ഓക്കെ. വേറെ ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇൻ ദ ഫിഗർ chord CD is perpendicular to the diameter AB. Chord CD is, in the figure, chord CD is perpendicular to AB. AB is the diameter. AB 12 centimeter. AB 12 centimeter. PB 3 centimeter. PB 3 centimeter. What is the length of CD? What is the length of CD?
What is the length of CD? What is the length of CD? സിഡിയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, 2 chords cutting at the point P. 2 chords cutting at the point P. അങ്ങനെയാണെങ്കിൽ റിലേഷൻ അറിയാം, എന്താ എഴുതും? AP into PB, AP into PB equal to CP into PD. പക്ഷെ ഇവിടെ ഒരു സെമി സർക്കിൾ ആണ്, അതുകൊണ്ട് നമുക്ക് PC സ്ക്വയർ എന്ന് എഴുതാം. സെമി സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് ആ എ ബി, ബിയിൽ നമ്മൾ പറഞ്ഞല്ലോ കട്ടിംഗ് കോഡ്സിൽ ബി, സെമി സർക്കിൾ ആയതുകൊണ്ട് AP into PB equal to PC സ്ക്വയർ എന്ന് എഴുതാം. ഈ PCയുടെ ലെങ്ത് തന്നെയാണ് ഈ ലെങ്ത്തും വരിക. ഈ രണ്ട് ലെങ്ത്തും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ കിട്ടിയ ആൻസർ പിന്നെ അതിന് ആൻസർ ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതിയാൽ സിഡിയുടെ ലെങ്ത് കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, AP into PB equal to PC സ്ക്വയർ. AP എത്ര നോക്കുക? AP ഇതും കൂടെ ഉള്ളൂ, ഈ ചാപ്റ്റർ ഇതും കൂടെ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. അതിന് ഉപ്പാനെ വിളിക്കണ, ഇത് ലാസ്റ്റാന്ന് പറഞ്ഞു കേട്ടോ, കഴിയാന്. AP into PB equal to PC സ്ക്വയർ. AP 9, 9 into 3, PB 3 ആണ്, 9 into 3 equal to PC സ്ക്വയർ. 9 into 3 27, 9 into 3 27, PC സ്ക്വയർ 27 ആണെങ്കിൽ PC സ്ക്വയർ 27 ആണെങ്കിൽ PC റൂട്ട് 27, PC റൂട്ട് 27. അപ്പൊ ഇവിടെ റൂട്ട് 27, ഇവിടെ എത്ര വരും? റൂട്ട് 27. ഓക്കെ, റൂട്ട് 27 എത്ര വരുന്നത്? CD ഈക്വൽ ടു റൂട്ട് 27 പ്ലസ് റൂട്ട് 27, 2 റൂട്ട് 27, 2 റൂട്ട് 27, 2 റൂട്ട് 27 എന്ന് ആൻസർ കിട്ടും CD. അപ്പൊ നമ്മൾ ഈ സർക്കിളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇന്ന് വീട്ടിൽ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ചോദിക്കാം. നമ്മള് മറ്റേ സെക്കൻഡ് ഡിഗ്രി വെച്ച് ചെയ്തില്ല, അതില് സെക്കൻഡ് ഡിഗ്രി ഉപയോഗിക്കാതെ തന്നെ അത് ചെയ്തൂടെ? സെക്കൻഡ് ഡിഗ്രി ഉപയോഗിക്കാതെ തന്നെ ചെയ്യാം. സെക്കൻഡ് ഡിഗ്രി ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യാം? അതിന്റെ ഇക്വേഷൻ ഇതല്ലേ, ABC വെച്ചിട്ടാണോ ശിവാൻ?
ആ നമ്പർ നിങ്ങൾക്ക് ഇമേജ് ചെയ്തിട്ട് ചെയ്യാം. മെനക്കെടുത്ത് നോക്കിയിട്ട് ചെയ്യാം. ബാൻ യെസ് ക്ലിയറായോ? ആണോ? ഹലോ ചോദിച്ചു അതിന് ക്ലിയർ ആയിട്ട് കിട്ടിയോ? ക്ലാസ് Ready, Sam?
സാറ് അടുത്ത ക്ലാസ് എന്നാണ്? ഹലോ, അടുത്ത ക്ലാസ് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ്സിന്റെ സബ്ജക്റ്റും അതേപോലെ ടീച്ചർ ആരാണ് എടുക്കുന്നത്, ഏതാണ് സമയം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഡൗട്ട്സുകൾ ഉണ്ടാകുന്ന സമയത്ത് എഴുതി വെക്കുകയും ഡൗട്ട്സ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ